ബിസ്മില്ലാഹി റഹ്മാനി റഹീം. സാഹിബുൽ മഹല്ലി, ഷോപ്പ് കീപ്പർ, കടയുടെ ഉടമസ്ഥൻ പറയാണ് യുനാദി ബനുഹു. യുനാദി ബനുഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ മകനെ വിളിക്കുന്നു. നാദ യുനാദി, നാദ വിളിച്ചു, യുനാദി വിളിക്കുന്നു. ഹി കോൾസ് ഹിസ് സൺ, അദ്ദേഹം അവൻ്റെ മകനെ വിളിക്കുന്നു. യുനാദി ഫിഅലുൻ മുദാരിഉൻ മർഫൂഉൻ ബിദമ്മത്തിൽ മുഖദ്ദറത്തി. നാദി അല്ലേ, നാദി എന്ന് പറയുമ്പോൾ യാ അല്ലേ, ദമ്മത്തിൽ മുഖദ്ദറത്തി ലിസിഖലി, സിക്കല് കാരണം കൊണ്ട് മുഖദ്ദറയാണത്. ഓക്കെ, അദ്ദേഹം വിളിക്കുന്നു അല്ലേ. വൽ ഫായിലു ദമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. ഇബ്നഹു എന്നാണ് കേട്ടോ, ഞാൻ തെറ്റി വായിച്ചു എന്ന് തോന്നുന്നുണ്ട് അല്ലേ. ഇബ്നുഹു എന്ന് വായിച്ചു എന്ന് തോന്നുന്നുണ്ട്. ഇബ്ന മഫ്ഊലുൻ ബിഹി മൻസൂബുൻ വഹുവ മുദാഫ്. അൽ ഹാഉ ദമീറുൻ മുത്തസിലുൻ മബനിയുൻ അലാ ദമ്മി ഫി മഹല്ലി ജറിൻ മുദാഫുൻ ഇലൈഹി. അപ്പോൾ എങ്ങനെ വിളിക്കുന്നത്? യാ വലദു, മോനെ, ഹേ ആൺകുട്ടി. യാ വലദു ലൊ ഹാദിഹിൽ അഷിയാ ഫി കീസിൻ. നീ വെക്കൂ. ഹാദിഹിൽ അഷിയാ, ഈ സാധനങ്ങൾ, ഫി കീസിൻ, കവറിൽ. കീസ് എന്ന് പറഞ്ഞാൽ കവറിൽ വെക്കൂ. ഒരു മിനിറ്റ്. അപ്പം എന്താ പറഞ്ഞത്? ഈ സാധനങ്ങൾ, മോനെ, ഈ സാധനങ്ങൾ എന്ത് ചെയ്യണം? ബാഗ്, കീശയിൽ വെക്കൂ. ഓ ബോയ്, പുട്ട് ദീസ് തിങ്സ് ഇൻ എ ബാഗ്. ആൺകുട്ടി, ഈ സാധനങ്ങൾ കീസിൽ ഇടൂ, കീസിൽ വെക്കൂ. അതിൻ്റെ അമ്രുഫേലാണ് വെച്ചു, വെക്കുന്നു, നീ വെക്കും. ഫിഅലു അംറിൻ മബനിയുൻ അലസ്സുകൂനി വൽ ഫായിലു ദമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അൻത, നീ വെക്കൂ. ഹാദിഹി ഇസ്മുൽ ഇഷാറ മബനിയുൻ അലൽ കസ്രി ഫി മഹല്ലി നസ്ബിൻ മഫ്ഊലുൻ ബിഹി. അൽ അഷിയാ ബദലുൻ മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫത്ഹത്തു ളാഹിറ ഫി ഹർഫു ജറിൻ മബനിയുൻ അലസ്സുകൂനി ലാ മഹല്ല ലഹു മിനൽ ഇഅ്റാബി. കീസിൻ ഇസ്മുൻ മജ്റൂറുൻ അലാമത്തു ജർരിഹി അൽ കസ്റത്തു ളാഹിറ ഫി കീസിൻ ജാറുൻ വമജ്റൂറുൻ പിന്നെ വേണമെങ്കിൽ മുതഅല്ലിഖും ബിൽ ഫിഅലി, ഫിഅലിനോട് ചേർന്ന് വന്നത് എന്ന് പറയാം. ലിൽ മുഷ്തരി, അപ്പോൾ പറഞ്ഞാൽ ലിൽ മുഷ്തരി എന്ന് പറഞ്ഞാൽ ടു ദ ബയർ, വാങ്ങിക്കാൻ വന്ന ആ ഒരു എന്താ പറയുക, കസ്റ്റമറോട് പറയണേ. ലിൽ മുഷ്തരി ജാറുൻ വമജ്റൂറുൻ. മുഷ്തരി എന്ന് പറഞ്ഞാൽ ഇസ്മുൻ മജ്റൂറുൻ അലാമത്തു ജർരിഹി അൽ കസ്റത്തു മുഖദ്ദറ. മുഷ്തരിയു അല്ലേ, ലിസിക്കലി, സിക്കല് ഭാരം കൊണ്ട്. അതെ. അതിൽമീദുൻ അൻത, നീ വിദ്യാർത്ഥിയാണോ? ആർ യു എ സ്റ്റുഡൻറ്റ്? ഇവിടെ നോക്കിയേ, അതിൽമീദുൻ അൻത പറയുമ്പോൾ ഹംസ ഹർഫുൽ ഇസ്തിഫാമാണ്. തിൽമീദുൻ എന്നത് ഖബറാണ് കേട്ടോ. തിൽമീദുൻ ഖബറാണ്. അൻത എന്ന് പറഞ്ഞാൽ ദമീറുൻ മുത്തസിലുൻ മബനിയുൻ അലൽ ഫതഹി ഫി മഹല്ലി റഫ്ഇൻ മുബ്തദഅ. അപ്പോൾ മിക്കവാറും മുബ്തദ എന്തായിരിക്കും? മാരിഫയായിരിക്കും. അപ്പോൾ തിൽമീദുൻ എന്നത് ഖബറാണ് കേട്ടോ. ഓക്കെ. ഖാലൽ മുഷ്തരി, അപ്പോൾ ആ കസ്റ്റമർ പറയണ നഅം, അതെ. ഹർഫു ജവാബിൻ മബനിയുൻ അലസ്സുകൂനി. സാഹിബുൽ മഹല്ലി, ഷോപ്പ് കീപ്പർ പറയണ മസ്മുക, നിൻ്റെ പേര് എന്താണ്? മസ്മുക, നിൻ്റെ പേര് എന്താണ്? അപ്പോൾ ഈ മാ എന്നുള്ളത് നമുക്ക് മുബ്തദയാക്കി പറയാൻ പറ്റുമോ? നോക്കട്ടെ കേട്ടോ. ഖദീജ, മസ്മുക്ക. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ, പിന്നെ പറയാം. മാ എന്നുള്ളത് മുബ്തദയാക്കി പറയാം. ഇസ്മു മുലാഫുൻ അൽ കാഫു ദമീറുൻ മുത്തസിലുൻ മബനിയുൻ അലൽ ഫതഹി ഫി മഹല്ലി ജർറിൻ മുലാഫുൻ ഇലൈഹി. ഖാലൽ മുഷ്തരി ഇസ്മി മാലിക്കുൻ, എൻ്റെ പേര് മാലിക്കുൻ എന്നാകുന്നു. എൻ്റെ പേര് മാലിക് എന്നാകുന്നു. മൈ നെയിം ഈസ് മാലിക്. അപ്പോൾ ഇസ്മു മുബ്തദ മർഫൂഉൻ വഹുവ മുളാഫ്. മുബ്തദ മർഫൂഉൻ അലാമത്തു റഫിഹി അൽ ദമ്മത്തുൽ മുഖദ്ദറത്തു അലാ മാ ഖബല യാഇൽ മുത്തകല്ലിമി അല്ലേ. വഹുവ മുളാഫ്. യാ മുത്തകല്ലിം ദമീറുൻ മുത്തസിലുൻ മബനിയുൻ അലസ്സുകൂനി
ഫി മഹല്ലി ജെറിൻ മുലാഫിൻ ഇലൈഹി മാലിക്കുൻ ഖബറുൻ മർഫൂഉൻ അലാമത്തു റഫിഹി അദ്ദമ്മത്തു ളാഹിറ. ഖാല സാഹിബുൽ മഹല്ലി, ഷോപ്പ് കീപ്പർ പറയണം, ഫി അയ്യി മദ്രസത്തിൻ തദ്റുസു, ഫി അയ്യി മദ്രസത്തിൻ തദ്റുസു, വിച്ച് സ്കൂൾ ഡു യു സ്റ്റഡി, നീ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്. ഫി ഹർഫു ജെറിൻ മബനിയുൻ അലസുക്കൂനി, അയ്യി ഇസ്മുൻ മജ്റൂറുൻ അലാമത്തു ജർഹി അൽ കസ്റത്തു ളാഹിറ, ഫി അയ്യി ജാറുൻ വ മജ്റൂറുൻ, മദ്രസത്തിൻ മുദാഫുൻ ഇലൈഹി, അയ്യക്ക് ശേഷം ഒരു മുദാഫുൻ ഇലൈഹി വരും. തദ്റുസു ഫിഅലുൻ മുദാരിഉൻ മർഫൂഉൻ ബിദമ്മതി വൽ ഫാഇലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അൻത. നീ ഏത് മദ്രസയിലാണ് പഠിക്കുന്നത്. ഖാല മാലിക്കുൻ, മാലിക് പറഞ്ഞു, ഫി മദ്രസത്തി ഉമറ സാനവിയത്തി, ഫി മദ്രസത്തി ഉമറ സാനവിയത്തി. അപ്പോൾ എന്താണ് ഉമർ സെക്കൻഡറി സ്കൂൾ, അതിൻ്റെ പേരാണ് കേട്ടോ, ഉമർ സെക്കൻഡറി സ്കൂൾ. ഫി ഉമർ സെക്കൻഡറി സ്കൂളിൽ, ഫി ഉമറ സാനവിയത്തി, എന്താ പറയുക, ഉമർ സെക്കൻഡറി സ്കൂൾ അങ്ങനെയായിരിക്കും അതിൻ്റെ പേര്. അതിൽ ഫി ഹർഫു ജറിൻ മബനിയുൻ അല സുക്കൂനി മദ്രസത്തി ഇസ്മുൻ മജ്റൂറുൻ അലാമത്തു ജർഹി അൽ കസ്റത്തു ളാഹിറ വഹുവ മുലാഫ്, ഉമറ മുലാഫുൻ ഇലൈഹി മജ്റൂറുൻ അലാമത്തു ജർഹി അൽ ഫതഹ ലിഅന്നഹു മംനൂ മിനസ് സർഫ്. അസ്സാനവിയത്തി സിഫത്തുൻ മജ്റൂറുൻ, ഏതിൻ്റെ സിഫയാ, മദ്രസത്തിൻ്റെ സിഫയാണ് അസ്സാനവിയത്തി എന്നത് കേട്ടോ. ഓക്കെ, സെക്കൻഡറി സ്കൂൾ, അപ്പോൾ കറക്റ്റായി, ശരിയാ. അസാനവിയത്തി എന്നുള്ളത് സിഫത്തുൻ മജ്റൂറത്തുൻ അല്ലെങ്കിൽ നഅത്തുൻ മജ്റൂറുൻ അലാമത്തു ജർഹി അൽ കസ്റത്തു ളാഹിറ. യുസല്ലിമു ലഹുൽ വലദു അഷ്യാ ഫീ കീസിൻ. യുസല്ലിമു, സല്ലമ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, സലാം പറയുന്നു എന്നല്ലേ പറഞ്ഞത് അല്ലേ. ഇവിടെ കൈമാറുക എന്നാണ് അർത്ഥം കേട്ടാ, ഹാൻഡ് ഓവർ ചെയ്യുക കേട്ടാ. സല്ലമ ലി എന്നാണ്, മറ്റേത് സല്ലമ അല എന്നാണ്. ഏത് സലാം പറയുക, ഒരാളുടെ മേൽ സലാം പറയുക. നമ്മൾ ഇതിന് മുന്നേ ഏതൊരു പാഠത്തിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു എക്സസൈസിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് അതിൻ്റെ പ്രാക്ടിക്കൽ വന്നത്. സല്ലമല ലാലി എന്ന് പറയും. അപ്പോൾ കൈമാറി, യുസല്ലിമു അവൻ കൈമാറി, ആര്, വലത് കൈമാറി, ആൺകുട്ടി കൈമാറി, ലഹു അവന്, അഷിയ സാധനങ്ങൾ, ഫി കീസിൻ കവറിൽ, ദ ബോയ് ഹാൻഡ് ഓവർ ചെയ്യട്ടെ, ഹാൻഡ് ഓവർ ഹിം ദ തിങ്സ് ഇൻ എ ബാഗ്, ആൺകുട്ടി അവന് സാധനങ്ങൾ കീസിൽ നൽകുന്നു എന്നിട്ട് കൈമാറി എന്നല്ല, കൈമാറുന്നു മുളാരി അല്ല കൊടുത്തുള്ളത്. യുസല്ലിമു ഫിഅലുൻ മുദാരിഉൻ മർഫൂഉൻ ബിദമ്മതി ലഹു ജാറുൻ വ മജ്റൂറുൻ അൽ വലദു ഫാഇലുൻ മർഫൂഉൻ അലാമത്തു റഫിഹി അദ്ദമ്മത്തു ളാഹിറ അൽ അഷ്യാഅ മഫ്ഊലുൻ ബിഹി മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തു ളാഹിറ ഫി ഹർഫു ജർറിൻ മബനിയുൻ അല സുകൂനി കീസിൻ ഇസ്മുൻ മജ്റൂറുൻ അലാമത്തു ജർഹി അൽ കസ്റത്തു ളാഹിറ ഫി കീസി ജാറുൻ വ മജ്റൂറുൻ. അതൊക്കെ അല്ലേ ആ സെൻറ്റൻസ്. യുസല്ലിമുല അതൊന്ന് എഴുതി വെച്ചോളൂ കേട്ടോ, കൈമാറുക കേട്ടോ, സലാം പറയല്ല കേട്ടോ. വയദ്ഫഉ മാലിക്കുൻ ഖീമതഹ, മാലിക് പേ ഫോർ ഇറ്റ്, മാലിക് അതിൻ്റെ വില നൽകുന്നു. ദഫഅ എന്ന് പറഞ്ഞാൽ പെയ്ഡ്. ഇത് മറ്റേ മൂന്നക്ഷരമുള്ള ക്രിയൻ്റെ പിന്നെ നാലക്ഷരമുള്ള ക്രിയൻ്റെ മുളാരി വരുമ്പോൾ യാക്ക് ദൊമ്മയല്ലേ വരിക. അപ്പം നമ്മളെങ്ങനെ മനസ്സിലാക്കണം, സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററിന് ഫത്തഹ. യുസല്ലമു ആണെങ്കിൽ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടു എന്ന് പറയായിരുന്നു. എന്നിട്ട് യുസല്ലിമു കെസ്റയല്ലേ, കെസ്റ നോക്കിയിട്ട് വേണം നമ്മൾ മജ്ഹൂലാണോ മഅറൂഫാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നാലക്ഷരം സല്ലമ എന്ന് പറയുമ്പോൾ സല്ലമ സുല്ലിമ, ഇത് മുളാരി അല്ലേ. യുസല്ലിമു യുസല്ലമു, മജ്ഹൂലാകുമ്പോൾ യുസല്ലമു കേട്ടോ മുളാരിയിൽ. യദ്ഫഉ ദഫഅ എന്ന് പറഞ്ഞാൽ പേ ചെയ്തു, യദ്ഫഉ പേ ചെയ്യുന്നു. ദഫഅക്ക് വേറെ അർത്ഥം ഉണ്ട്, ഇവിടെ തൽക്കാലം പേ ചെയ്യുന്നു എന്നാണ്. മറ്റേ എന്താ പറയുക, പേ ചെയ്യണതിന് എന്താ പറയുക, നൽകുന്നു, വില നൽകുന്നു.
വില നൽകുന്നു. മാലിക് പേ ചെയ്യുന്നു. ഖീമത്തുൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വില. ഹാ അതിൻ്റെ. ഖീമത്തുൻ എന്ന് പറഞ്ഞാൽ വാല്യൂ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? പിന്നെ യഹ്റുജു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറപ്പെടുന്നു. യദ്ഫഉ എന്ന് പറഞ്ഞാൽ ദഫഅ എന്ന് പറഞ്ഞാൽ പെയ്ഡ്. ദഫഅക്ക് വേറെ അർത്ഥം ഉണ്ട് അല്ലേ? വെക്ക് എന്തൊരു അർത്ഥമല്ലേ ദഫഅ? വേറൊരു അർത്ഥം കൂടി ഉണ്ട്. പെയ്ഡാണ്. മറ്റേ പേ ചെയ്യാം, വില അടക്കുക എന്നുള്ള അർത്ഥമുണ്ട്. അടക്കുന്നു എന്നാണ് നമ്മൾ പറയില്ലേ, ഫീസ് അടക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള അർത്ഥം. ഖീമത്തുൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ, അതിൻ്റെ മൂല്യം. ഖീമത്ത ഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂല്യം. ഖീമത്തുൻ മൂല്യം, ഹ അതിൻ്റെ മൂല്യം, അതിൻ്റെ വാല്യൂ, അതിൻ്റെ പൈസ അടക്കുന്നു എന്നർത്ഥം. അതിൻ്റെ വില അടക്കുന്നു. അപ്പോൾ ദഫ എന്ന് പറഞ്ഞാൽ അടക്കുക എന്നുള്ള അർത്ഥത്തിൽ പറയാം. യദ്ഫഉ അടക്കുന്നു. വാവു ഹർഫുൽ അത്ഫ്. യദ്ഫഉ ഫിഅലുൻ മുദാരിഉൻ മർഫൂഉൻ ബിദമ്മത്തി. മാലിക്കുൻ ഫായിലുൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അൽദമ്മത്തു ളാഹിറ. ഖീമത മഫ്ഊലുൻ ബിഹി മൻസൂബുൻ വഹുവ മുളാഫ്. ഹാ മുളാഫുൻ ഇലൈഹി. ഹാ ളമീറുൻ മുത്തസിലുൻ മബ്നിയുൻ അല സുക്കൂനി ഫീ മഹല്ലി ജർറിൻ മുളാഫുൻ ഇലൈഹി. മാലിക് ഫിഅൽ വന്നു, ഫായിൽ വന്നു, മഫ്ഊലുൻ ബിഹി വന്നു, മുളാഫ് ഇലൈഹി വന്നു അല്ലേ. വയഖ്റുജു അവൻ പുറപ്പെടുന്നു. യഖ്റുജു ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മത്തി വൽ ഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. ഒരു ഹിയ എഴുതി വെച്ചിരിക്കുന്നത് എന്തിൻ്റെയാണ്? എന്താണാവോ? എന്താണെന്നറിയില്ല, നോക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ഹിയ വെറുതെ എഴുതി വെച്ചിരിക്കണാണാവോ, എന്താന്ന് ഓർമ്മല്ല. എന്തിലാണ് പോണത് ടീച്ചറെ? ആ മടങ്ങുന്നത് എവിടെയാണ്? അതിന്റെ വില എന്ന് പറയുമ്പോ അഷിയ. അത് മറ്റേ ഗൈറു ആക്കിലിന്റെ ബഹുവചനങ്ങളൊക്കെ മുഅന്നത്താണ് കേട്ടോ. സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഗൈറു ആക്കിലല്ലേ സാധനങ്ങൾ, അതുകൊണ്ടാണ് അതിന്റെ വില എന്ന് പറഞ്ഞത്. ഓക്കെ. ഖാല സാഹിബുൽ മഹല്ലി. സാഹിബുൽ മഹല്ല് പറയണം. എന്താ പറഞ്ഞത്? യാ മാലിക്കു തആല. മാലിക്കേ നീ ഇങ്ങോട്ട് വരൂ. തആല. യാ ഹർഫു നിദാ മാലിക്കു മുനാദ മബ്നിയുൻ അല ദ്ദമ്മി ഫീ മഹല്ലി നസ്ബിൻ. തആല എന്ന് പറഞ്ഞാൽ ഫിഅലു അംറിൻ മബ്നിയുൻ. അവിടെ എന്താ വരിക? ഫിഅലു അംറിൻ ജാമിദുൻ മബ്നിയുൻ അല ഹദ്ഫി ഹർഫിൽ ഇല്ല. സുക്കൂനല്ല കേട്ടോ. സാധാരണ അംറുഫീലിൻ്റെ ഫസ്റ്റ് ഫോം സുക്കൂനിലാണ് വരാറുള്ളത്. പക്ഷെ ഇവിടെ ഇല്ലത്തിൻ്റെ അക്ഷരത്തെ കളഞ്ഞിട്ടാണ്. ഞാനത് എക്സസൈസിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹർഫിൽ ഇല്ല. വൽ ഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അൻത. ഹാദിഹി ലൗഹത്തുൻ ജമീലത്തുൻ തഹ്വി ആയാത്തിൻ വ അഹാദീസ. ഹാദിഹി ഇത്, ലൗഹത്തുൻ എന്ന് പറഞ്ഞാൽ ഒരു ബോർഡാണ്, അല്ലെങ്കിൽ ഒരു ഫലകം എന്നൊക്കെ പറയുന്ന ബോർഡാണ്. ജമീലത്തുൻ ഭംഗിയുള്ള ബോർഡാണ്. തഹ്വി എന്ന് പറഞ്ഞാൽ ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്ത്? ആയാത്തിൻ ആയത്തുകൾ. ഖുർആൻ ആയത്തായിരിക്കണം ഉദ്ദേശിച്ചത്. വാ അഹാദീസ ഹദീസുകളും. അപ്പോൾ എന്താ പറഞ്ഞത്? ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലാക്യൂ എന്നാണോ പറയില്ല, പ്ലാക്യൂ എന്ന് പറയും. ബോർഡ് എന്നൊക്കെ പറയില്ലേ. കണ്ടെയ്നിങ് വേഴ്സസ് ആൻഡ് ഹദീസ്. ഇത് എന്താണ്? ഹദീസുകളും ആയത്തുകളും ഉൾക്കൊള്ളുന്ന ഭംഗിയുള്ള ഒരു ഫലകമാണ് ഇത്. ഹാദിഹി ഇസ്മുൽ ഇഷാറ മബനിയുൻ അലൽ കസ്രി ഫി മഹല്ലി റഫ്ഇൻ മുബ്തദഅ. ലൗഹത്തുൻ ഖബറുൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അൽദമ്മത്തു ളാഹിറ. ജമീലത്തുൻ സിഫത്തുൻ മർഫൂഅത്തുൻ ഓർ നഅത്തുൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അൽദമ്മത്തു ളാഹിറ. തഹ്വി അടങ്ങിയിരിക്കുന്നു. ഹവ യഹ്വി തഹ്വി. തഹ്വി എന്ന് പറഞ്ഞാൽ അടങ്ങിയത് എന്നല്ലേ? അതെ. ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മത്തിൽ മുഖദ്ദറത്തി ലിസ്സിഖലി. അതിലടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ആയിരിക്കും ഹി എഴുതിയിരിക്കുന്നത്. ഞാൻ അതിലടങ്ങിയിരിക്കുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ ഫായിൽ ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹിയ. ഈ ലൗഹത്തിനെയല്ലേ ഉദ്ദേശിച്ചത്? അതിനാണല്ലോ അടങ്ങിയിരിക്കുന്നത്.
ഹവ യഹ്വി തഹ്വി, അതെ അതാണ്. ലൗഹത്തിന്റെ മീനിങ് എന്താ ടീച്ചറെ? ഫലകം എന്ന് പറയും, ലൗഹുൽ മഹ്ഫൂൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ലൗഹത്തുൻ ഫലകം, ബോർഡ്, ബ്ലാക്ക് ക്യൂ എന്നൊക്കെ പറയും, ബ്ലാക്ക്. അപ്പോൾ അതിൽ ഫായിൽ ഹിയാണ് കേട്ടോ. ആയാത്തിൻ, ആയാത്തിൻ ഫായിൽ വരില്ല. ആയാത്തിൻ മഫൂലുൻ ബിഹി മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ കസറത്തു ളാഹിറ ലി അന്നഹു ജംഉ മുഅന്നസ് സാലിം. വാവ് ഹർഫുൽ അത്ഫ്. അഹാദീസ മഅതൂഫുൻ മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തു ളാഹിറ. അഹാദീസ മഫായില സർഫാണല്ലേ. ഹിയ ഹദിയത്തുൻ ലക, ഇത് നിനക്കുള്ള ഗിഫ്റ്റാണ്. ഹിയ, ഇത്, ഹിയ എന്ന് പറഞ്ഞാൽ ലൗഹത്തിനാണ് പോണത് കേട്ടോ. ഹദിയത്തുൻ എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റാണ്. ലക നിനക്ക്. ഹിയ ളമീറുൻ മുൻഫസിലുൻ മബനിയുൻ അലൽ ഫതഹി ഫി മഹല്ലി റഫ്ഇൻ മുബ്തദഅ. ഹദിയത്തുൻ ഖബറുൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അദ്ദമ്മത്തു ളാഹിറ. ലക ജാറുൻ വ മജ്റൂറുൻ. ഖാല മാലിക്കുൻ ശുക്രൻ. മാലിക് പറഞ്ഞു ശുക്രൻ. ശുക്രൻ എന്നുള്ളത് എന്താണ്? മഫൂലുൻ മുത്തലഖ്. ഒന്ന് പറഞ്ഞേ ശുക്രൻ്റെ ഏതൊക്കെ കളഞ്ഞു പോയിട്ടുള്ളത്? ശുക്രൻ്റെ ഫീലും ഫായിലൊക്കെ പോയിട്ടില്ല, ഒന്ന് പറഞ്ഞേ. ഫേലും ഫായിലും മഫൂലും ബിഹിയും ഒന്ന് പറഞ്ഞേ. ആർക്കാ പറയാൻ പറ്റുക? മഫൂലുൻ അഷ്കുറുക്ക, അതെ കറക്റ്റാണ് കേട്ടോ. അഷ്കുറുക്ക ശുക്രൻ, ഞാൻ നിന്നോടൊരു നന്ദി പറയുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അഷ്കുറുക്ക എന്ന് പറഞ്ഞാൽ അതിൽ ഫേലുണ്ട്, ഫായിലുണ്ട്, മഫൂലും ബിഹിൻ്റെ, അതൊക്കെ കളഞ്ഞിട്ടാണ് ശുക്രൻ എന്നുള്ളത് മാത്രം കൊടുത്തിരിക്കുന്നത് അല്ലേ. ബറക്കല്ലാ. ജസാക്കല്ലാഹു ഖൈറൻ, അള്ളാഹു നിനക്ക് നല്ലതായ പ്രതിഫലം നൽകട്ടെ. ജസാക്ക, ജസാ ഫിഅലുൻ. ജസാ എന്ന് പറഞ്ഞാൽ ജീമ് സാ പിന്നെ അലിഫ് മക്സൂറയായിരുന്നു. അതിലേക്ക് കാഫ് ചേർത്തപ്പോൾ അലിഫ് മക്സൂറ മാറിയിട്ട് മറ്റേ അലിഫ്, മറ്റേ നീട്ടാനുള്ള അലിഫ് മംദൂദ അല്ലെങ്കിൽ അലിഫ് അതിൻ്റെ അലിഫായി മാറി. ഓക്കെ. ഇപ്പോൾ ജസാ എന്നുള്ളത് ഫിഅലു മാലിൻ മബനിയുൻ അലൽ ഫത്ത്. ജസാ ഫിഅലു അതെ, ഫിഅലു മാലിൻ മബനിയുൻ അലൽ ഫതഹത്തിൽ മുഖദ്ദറത്തി ലിത്തഅദ്ദുരി. الكاف ضمير متصل مبني على الفتح في محل نصب مفعول به. الله لفظ الجلالة فاعل مرفوع. خيرا എന്നത് അവിടെ എന്തായിരിക്കണം? മഫൂലും മുത്തലക്കിൻ്റെ സ്ഥാനമാണ് അല്ലേ. ജസാക്ക് അല്ലാഹു ജസാഅൻ ഖൈറൻ എന്നായിരുന്നു. അപ്പോൾ അവിടെ ജസാഅൻ കളഞ്ഞുപോയി, മഫൂലും മുത്തലക്ക് കളഞ്ഞുപോയി. പകരം എന്താക്കി? ഖൈർ എന്നുള്ളത് അതിൻ്റെ ആയത്തായിട്ട് വരേണ്ടതാണ്. അപ്പോൾ ഖൈർ എന്നുള്ളത് ഇപ്പോൾ ജസാ ഇല്ലാത്തത് കൊണ്ട് നമ്മളത് മഫൂലും മുത്തലക്കിൻ്റെ സ്ഥാനം കൊടുക്കണം കേട്ടോ. അപ്പോൾ ഖൈർ എന്നുള്ളത് മഫൂലുൻ മുത്തലക്ക്. ടീച്ചറെ നമുക്ക് വേറെ ലൈനാണ് കേട്ടോ ടീച്ചറെ. ശുക്രൻ കൊടുത്തിട്ട് യക്റ മാ ഇൻദക്കും യംഫദു വമാ ഇൻദല്ലാഹു ബാഖി. ഓക്കെ ശരി. ജസാക്ക് അല്ലാ എന്നുള്ളത് പകരം ശുക്രൻ എന്നുള്ളൂ അല്ലേ. മറ്റേ ശുക്രൻ എന്ന് പറഞ്ഞിട്ട് ഇതില്ല എന്നല്ലേ ഉള്ളൂ. കുഴപ്പമില്ല. ജസാക്ക് അല്ലാ ഖൈറനില്ലേ, ബാക്കിയല്ലാണ്ട്. യഖ്റഉ അവൻ വായിക്കുന്നു, അവൻ പാരായണം ചെയ്യുന്നു, അവൻ വായിക്കുന്നു. ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മത്തി വൽ ഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അൻത. അല്ല അഫ്വൻ ഹുവ, അവൻ വായിക്കുന്നു, അവനല്ല ഹുവ. മാ ഇൻദകും യൻഫദു മാ ഇൻദല്ലാഹി ബാഖിൻ. മാ ഇൻദകും യൻഫദു മാ ഇൻദല്ലാഹി ബാഖിൻ. സൂറത്തുൻ നഹ്ലിൻ്റെ ഒരായത്താണ് കേട്ടോ. നിങ്ങളുടെ അടുക്കലുള്ളത് തീർന്നു പോകും. മാ യാതൊന്ന് ഇൻദകും നിങ്ങളുടെ അടുക്കലുള്ളത്. യൻഫദു നഫീദ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായത് ഇതിലുണ്ട്. നഫീദ യൻഫദു, നഫീദ എന്ന് പറഞ്ഞാൽ പറ്റുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അല്ലേ. നഫീദ അതേപോലത്തെ ഒരു മീനിങ് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ അല്ലേ. ജവ്വ് അല്ലേ, ജവ്വല്ല ജാഫ. നഫീദ സുഹൃത്തുക്കൾ ഇതിലൊക്കെ ഉണ്ട്, നമ്മുടെ കഹ്ഫിലൊക്കെ ഉണ്ട്. അള്ളാഹുവിൻ്റെ പേരുകൾ എഴുതുമ്പോൾ അത് വറ്റിപ്പോന്നൊക്കെ പറയുന്നില്ലേ. പിന്നെ അവിടെ നഫീദ ഉണ്ട്. നഫീദ ഈ ഫീൽഡിൻ്റെ ഏതോ ഒരെണ്ണം അവിടെ കിടക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അടുത്തുള്ളത് തീർന്നു പോകുന്നു. അള്ളാഹുവിൻ്റെ അടുത്തുള്ളത് ബാക്കിയാകുന്നു എന്നാണ്. കഹ്ഫിലുണ്ട്. ശരി, ഒരു മിനിറ്റ് കേട്ടോ, ഞാനിതൊന്ന് നോക്കട്ടെ കേട്ടാ. ഞാൻ ഇതെടുക്കട്ടെ, എന്ത് ആയത്തെടുക്കട്ടെ കേട്ടാ. സൂറത്തുൽ നഹ്ൽ 90 അല്ലേ? അതെ.
മാ ഇന്ദക്കും അതിൽ നോക്കിയിട്ട് പറയാം. മാ ഇന്ദക്കും. മാ എന്നുള്ളത് ഇസ്മു മൗസൂലാണ് കേട്ടോ, യാതൊന്ന് എന്നുള്ള അർത്ഥത്തിൽ. മാ ഇസ്മു മൗസൂൽ മബ്നിയുൻ അല സുകൂനി ഫി മഹലി റഫ്ഇൻ മുബ്തദ. ഇത് മുബ്തദയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ, അതാണ് ഞാൻ നോക്കണം എന്ന് വിചാരിച്ചത്. മാ യാതൊന്ന്. ഇന്ദ ലർഫ് മക്കാൻ മബനി അല്ല, ലർഫ് മക്കാനുൻ മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തുൽ ലാഹിറ വഹുവ മുല്ലാഫ്. പിന്നെ കും എന്നുള്ളത്, കുമ്മ ശരിക്കും നമ്മളെ ഇങ്ങനെ പഠിക്കണം. അൽ കാഫുൽ മുഹാത്തബത്തി എന്ന് പറഞ്ഞാൽ ആ മീമ് ജമീനെ കാണിക്കാനാണ്. കും നിങ്ങളുടെ എന്ന് പറയുമ്പോഴേ ഈ കാഫ് നമ്മൾ എന്തിനും ഇറാബ് ചെയ്യുമ്പോൾ അൽ കാഫുൽ മുഹാത്തബ എന്ന് പറയാം ഇതിനെ. അൽ കാഫുൽ മുഹാത്തബ ദൊമീറുൻ മുത്തസിലുൻ മബനിയുൻ അലൽ ദൊമ്മി. അപ്പം മബനിയുൻ അലൽ ദൊമ്മി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാം. എന്നിരുന്നാലും വെറുതെ ഓർത്ത് വെച്ചോളൂ കേട്ടോ, നമ്മളിത് ഒന്നും കൂടി പരത്തി ഇറാബ് ചെയ്യണം. അൽ കാഫുൽ മുഹാത്തബത്തി ദൊമീറുൻ മുത്തസിലുൻ മബനിയുൻ അലൽ ദൊമ്മി ഫി മഹല്ലി ജറിൻ മുലാഫുൻ ഇലൈഹി. ഇനി ആ മീം എന്താണ്? വൽ മീമുൽ ജംഇ. ആ മീം ജംഇനെ ബഹുവചനത്തെ കാണിക്കാനുള്ള മീമാണ് കേട്ടോ. ഇനി ഷിബുഹു ജുംല ഇന്ദക്കും എന്ന് പറയുമ്പോൾ അതെന്താ? ഇന്ദ ഷിബുഹു ജുംല സിലത്തുൽ മൗസൂലിയാണ്. മാ എന്ന ഇസ്മു മൗസൂലിൻ്റെ സിലയാണ് എന്താ എന്നുള്ള ലർഫ് വഷിബുഹു ജുംല. ഷിബുഹു ജുംലത്തി സിലത്തുൽ മൗസൂൽ ലാ മഹല്ല ലഹാ മിനൽ ഇറാബി. അപ്പോൾ മാ മുബ്തദയാണ്, ഇസ്മു മൗസൂലാണ്, മുബ്തദയാണ്. എന്താ എന്നുള്ള ലർഫ് ഷിബുഹു ജുംല സിലത്തുൽ മൗസൂലാണ്. അത് മൊത്തം പറയാം, മുലാഫിൻ ഇലൈഹി അങ്ങനെയാണ് ഇതിലൊക്കെ കാണുന്നത്. ഇനി യൻഫദു നഫിദ യൻഫദു ഏട്ടാ സമയ ബാബ. നഫിദ യൻഫദു ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മത്തി വൽ ഫാഇലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. ഇനി അൽ ജുംലത്തു ഫി മഹല്ലി റഫിൻ ഖബറു മുബ്തദഇ. ഏതാ? മാ ഖബറു മാ അല്ലെങ്കിൽ ഖബറു മുബ്തദഇ. മാ എന്ന് ബ്രാക്കറ്റിലിട്ട് കൊടുക്കാം. മാ എന്ന മുബ്തദ ഇസ്മു മൗസൂല് മുബ്തദയായി വന്നിട്ടുണ്ട്, അതിൻ്റെ ഖബറാണ് യൻഫദു എന്ന ജുംല. ഓക്കെ, അപ്പോൾ അത് ആ ജുംല കഴിഞ്ഞു. വാവു ഹർഫുൽ അത്ഫ്. മാ വീണ്ടും ഇസ്മു മൗസൂലുൻ മബനിയുൻ അല സുകൂനി ഫി മഹല്ലി റഫ്ഇൻ മുബ്തദ. ഇന്ദ സെയിം തന്നെ ലർഫ് മക്കാനിൻ മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തുൽ ളാഹിറ വഹുവ മുളാഫ്. അല്ലാഹു ലഫ്ദുൽ ജലാല അല്ലെങ്കിൽ ഇസ്മുൽ ജലാല മുളാഫിൻ ഇലൈഹി മജ്റൂറുൻ അലാമത്തു ജരിഹി അൽ കസ്റത്തുൽ ളാഹിറ. പിന്നെ ഇന്ദല്ലാഹി ഷിബ്ഹു ജുംലത്തി സിലത്തുൽ മൗസൂലി ലാ മഹല്ല ലഹാ മിനൽ ഇറാബി. ബാഖിൻ ബാക്കിയാകുന്നു, അത് ഒരു ഇസ്മാണ്. ബാഖി എന്ന് പറഞ്ഞാൽ ബഖിയ യബ്ഖ, അതിൻ്റെ ഇസ്മു ഫായിലാണ്, ബാക്കിയാകുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ഇസ്മുൻ മുദക്കറുൻ മുഫ്രദുനാണ്, ഇസ്മു ഫായിലാണ് മുഷ്തഖുൻ. മാ എന്നുള്ളത് ഇസ്മു മൗസൂൽ മുബ്തദയായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താന്നുള്ളത് ലർഫ് മക്കാനാണ്. ഓക്കെ, വഹുവ മുലാഫ്. അല്ലാഹു ലഫ്ദുൽ ജലാല മുലാഫിൻ ഇലൈഹി. ഇനി ഇന്ദല്ലാഹി എന്നുള്ള ആ ജുംല ഉണ്ടല്ലോ, അത് ഷിബുഹു ജുംലയാണ്. അതുകൂടാതെ മാ എന്ന ഇസ്മു മൗസൂലിൻ്റെ സിലത്തുൽ മൗസൂലാണ്. മാ മുബ്തദയാണ്, മാ ഇസ്മു മൗസൂലാണ്, അതിൻ്റെ സിലയാണ് ഇന്ദല്ലാഹി. ബാക്കിനാണ് ഞാൻ പറയണത്. ബഖിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയായി, യബ്ഖ അതിന് ബാക്കിയാകുന്നവൻ. ബാക്കിൻ അതിൻ്റെ ഇസ്മു ഫായിലാണ് ബാക്കിൻ. നമ്മൾ പഠിച്ചിട്ടില്ലേ ഇങ്ങനെ എന്താ പറയുക, ഇല്ലത്തിൻ്റെ അക്ഷരം അവസാനം വരുന്നതിൻ്റെ ഇസ്മു ഫായിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? ബാക്കിൻ ഫായിലുൻ വസ്നാണ് അല്ലേ? എങ്ങനെ പറയാം ശരിക്കും? അത് അലിഫ് ലാം ഇട്ടാൽ എങ്ങനെയാവും? അത് നക്കിറയാണ്. ബാക്കിയാണ് കേട്ടോ. അപ്പോൾ ബാക്കി എന്നുള്ളത് ഖബറുൻ മർഫൂഉൻ അലാമത്തുർ റഫിഹി അദ്ദമ്മത്തുൽ മുഖദ്ദറത്തു ലിസ്സിഖ്ലി അലാ യാഇൽ മഖ്ദൂഫത്തി. കിട്ടിയോ? ഖബറുൻ മർഫൂഉൻ അലാമത്തുർ റഫിഹി അദ്ദമ്മത്തുൽ മുഖദ്ദറത്തു. എവിടെയാ? എന്തുകൊണ്ടാണ്? ലിസ്സിഖ്ലി ഭാരം കൊണ്ടാണ്. അലാ യാഇൽ മഖ്ദൂഫത്തി ബാക്കിയുന്നതിൻ്റെ യാ കളയപ്പെട്ടിട്ടുണ്ട്. കളയപ്പെട്ട യാ ഇൻമേൽ ഭാരം കൊണ്ടാണ് അത് ദമ്മത്തുൽ മുഖദ്ദറയായത്. അങ്ങനെയാണത് റഫിൻ്റെ അടയാളം നമ്മൾ ഇറാബ് ചെയ്യാം. ഓക്കെ, അടുത്തത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഇതിൽ നോക്കിയാൽ മതി, ആപ്പിൽ നോക്കിയാൽ മതി കേട്ടോ. ഞാനിതിൽ നോക്കിയിട്ട് വായിച്ചത് ഇപ്പോൾ. അപ്പോൾ അടുത്ത ഹദീസും അദ്ദേഹം വായിക്കണേ, കുട്ടി വായിക്കണേ. അൽ മുസ്ലിമു ഒരു മുസ്ലിം എന്നാൽ
മൻ യാതൊരുവനാണ്, സലിമ രക്ഷപ്പെട്ടവൻ, അൽ മുസ്ലിമൂന മുസ്ലിമൂനല്ലേ മൻ സലിമൽ മുസ്ലിമൂന മുസ്ലിങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റു മുസ്ലിങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ്. മിൻ ലിസാനിഹി അവൻ്റെ നാവിനാൽ, വയദിഹി അവൻ്റെ കൈയിനാലും. ഒരു മുസ്ലിങ്ങൾ അതായത് മറ്റു മുസ്ലിങ്ങളുണ്ടല്ലോ രക്ഷപ്പെടാൻ പറഞ്ഞാൽ ഒരു മുസ്ലിം അല്ല രക്ഷപ്പെട്ടത്. അതായത് ഇപ്പോൾ നമ്മളാണ് ഒരു മുസ്ലിം ആണെങ്കിൽ നമ്മുടെ നാവ് കൊണ്ടും നമ്മളുടെ കൈ കൊണ്ടും മറ്റുള്ള മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ നമ്മളൊരു മുസ്ലിമാണെന്ന്. ഞാൻ ഈ ഹദീസ് കുറേ വായിച്ചിട്ട് എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു ഹദീസാണ്. അതായത് ഞാനൊരു മുസ്ലിമാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ പറഞ്ഞത് ലിസാനിഹി എന്ന് പറഞ്ഞാൽ എൻ്റെ നാവിനാലും എൻ്റെ കയ്യിൽ നിന്നും മറ്റു മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ, എന്നാൽ ഞാനൊരു മുസ്ലിമാണ്. അറിയാലോ, നാവിൽ നിന്ന് രക്ഷപ്പെടാൻ ഒത്തിരി പാടാം നമ്മൾ അല്ലേ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ നാവിൽ നിന്ന് എല്ലാ മുസ്ലിങ്ങളും രക്ഷപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ എന്തൊക്കെ വായിൽ വരിക അതൊക്കെ പറയും ഒരു മുസ്ലിമിനെ കുറിച്ചിട്ടില്ലേ. അപ്പോൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലാണ് ഒരു മുസ്ലിം ആവുള്ളൂ. അതാണ് ഒരു മുസ്ലിമിൻ്റെ ഡെഫിനിഷൻ. സുബ്ഹാനല്ലാഹ്. ഒന്ന് നിങ്ങൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെ ചിന്തിച്ച് നോക്കിയേ. എൻ്റെ നാവിൽ നിന്നും എൻ്റെ കയ്യിൽ നിന്ന് പൊതുവേ നമ്മൾ ആരെയും ഉപദ്രവിക്കാനൊന്നും പോകില്ല. പക്ഷെ നാവ് കൊണ്ട് ഉള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇല്ലേ, വരാറില്ലേ? നമ്മൾ എത്രയോ മുസ്ലിങ്ങളെ പറ്റിയിട്ട് എന്തെല്ലാം പറയുന്നുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു മുസ്ലിം ആയാലാണ് ഒരാൾക്ക് മുഅ്മിനാവുള്ളൂ. ഒരു മുഅ്മിൻ്റെ കൂടിയിട്ട് ഒരു മുഅ്മിനായ ആൾക്കാണ് ഒരു മുത്തഖി ആവാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. ഭയങ്കര വൈഡായിട്ടുള്ള അർത്ഥം കിട്ടുന്നുണ്ട് ഇതിന് ഇന്ന് വായിച്ച് വരുമ്പോൾ. അപ്പോൾ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ്റെ നാവ് കൊണ്ടും അവൻ്റെ കയ്യിൽ നിന്നും മറ്റു മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനാണ് ഒരു മുസ്ലിം. അതിൻ്റെ അർത്ഥമൊക്കെ അല്ലേ, മനസ്സിലായില്ലേ? എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അതിൻ്റെ അർത്ഥം പറയുന്നത്. കറക്റ്റ് ആയെങ്കിൽ അങ്ങനെ ലോകത്തെ ആളുകൾ കാണുമോ ടീച്ചറെ? എങ്ങനെ മുസ്ലിങ്ങളും ഇങ്ങനെയുള്ള മുസ്ലിംസ് കാണുമല്ലേ? അങ്ങനത്തെ മുസ്ലിംസൊക്കെ കാണല്ല. അങ്ങനെയാണെങ്കിലാണ് ഒരു മുസ്ലിം ആവുള്ളൂ എന്ന് അള്ളാഹു പറയണമെങ്കിൽ. പിന്നെ ഒരു ഹദീസ് റവാഹു ഷെയ്ഖാനി എന്ന് പറഞ്ഞാൽ എന്താ, 2 ഷെയ്ഖന്മാർ ഇതായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്വയം അങ്ങനെ നമ്മളെ നാവ് കൊണ്ട് എന്തെങ്കിലും മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോ, നമ്മൾ മുസ്ലിങ്ങളല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ലജ്ജ തോന്നുക. നമ്മൾ മടങ്ങുക, അള്ളാഹുലേക്ക് മടങ്ങുക. ഇനി ചെയ്യൂല എന്ന് ഇതാക്കിയിട്ട് നമ്മൾ അങ്ങനെ ശ്രമിക്കുക. എൻ്റെ നാവ് കൊണ്ട് ഒരാൾക്കൊരു പ്രയാസം ഉണ്ടായിരുന്നു, ഒരു ദിവസം നേരം വെളുത്ത് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പ്രാർത്ഥന ചൊല്ലണം. ഒപ്പം തന്നെ പറയണം, എൻ്റെ നാവ് കൊണ്ട് ഒരാൾക്കും തന്നെ ഒരു പ്രയാസം, മുസ്ലിങ്ങൾക്കായിക്കോട്ടെ അമുസ്ലിങ്ങൾക്കായിക്കോട്ടെ, എൻ്റെ സംസാരം കൊണ്ട് ഒരാൾക്ക് ഞാൻ പ്രയാസപ്പെടുത്തൂല എന്നൊരു ദിവസം ചെയ്യാം. ഉച്ചക്കും പറഞ്ഞു നോക്കുക, വൈകുന്നേരം പറഞ്ഞു നോക്കുക, അപ്പോൾ കിട്ടും. അവര് നമ്മളെ പറഞ്ഞാലും നമ്മൾ പറയണതല്ലല്ലോ. അവരുടെ എന്താ പറയുക, ഒരാളുടെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ തെറ്റുകൾ ഉണ്ടെങ്കിലോ അവിടെ എന്താ പറയുക, തിരുത്തേണ്ടത് നമുക്ക് തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ അവിടെ വെച്ച് തിരുത്തുക എന്നല്ലാതെ നമ്മൾ പിന്നെ നമ്മുടെ നാവ് കൊണ്ടോ ഇതുകൊണ്ടോ അവർക്ക് പ്രയാസം ഉണ്ടാക്കിയത് സുരക്ഷിതനാക്കി. കണ്ടോ, സലീമ എന്ന് പറഞ്ഞാൽ എന്താ, രക്ഷപ്പെട്ടവൻ എന്നാണ്. അപ്പോൾ അവനെ ബുദ്ധിമുട്ടിക്കരുത്, നാവ് കൊണ്ട് ബുദ്ധിമുട്ടിക്കരുത്, കൈ കൊണ്ട് ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ നമ്മുടെ എല്ലാവരുടെയും കൂടി പറഞ്ഞാണ് കേട്ടോ, ഒരാളെ ഒന്നും ആരും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, നമുക്കൊക്കെ എല്ലാവർക്കും ഉള്ളതാണത്. എല്ലാവർക്കും. റവാഹു ഷെയ്ഖാനി എന്ന് പറഞ്ഞാൽ 2 ഷെയ്ഖന്മാരിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടത്. റവാഹു അത് റിവായത്ത് ചെയ്യപ്പെട്ടു, ഹു എന്ന് പറഞ്ഞാൽ അത്, ഷെയ്ഖാനി എന്ന് പറഞ്ഞാൽ 2 ഷെയ്ഖന്മാർ, അതായത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും നിന്നും ആക്കിയതാണ് കേട്ടോ. ശരി. അൽ മുസ്ലിമു മുബ്തദഅ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അദ്ദമ്മത്തുൽ ളാഹിറ. മന്നുള്ളത് ഇസ്മു മൗസൂൽ മബനിയുൻ അല സുകൂനി ഫി മഹല്ലി റഫ്ഇൻ ഖബർ ട്ടാ. ഇസ്മു മൗസൂലാണ്, അതുകൂടാതെ അത് ഖബറാണ്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ യാതൊരുവനാണ്. അപ്പോൾ ഖബറായില്ലേ. എന്നുള്ളത് ഇസ്മു മൗസൂലാണ്, അതുകൂടാതെ ഖബറാണ്. സലിമ ഫിഅലുൻ മാളിൻ മബനിയുൻ അലൽ ഫതഹി രക്ഷപ്പെട്ടു. അൽ മുസ്ലിമൂന ഫാഇലുൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അൽ വാവു ലിഅന്നഹു ജംഉ മുദക്കർ സാലിം. ഫിഅലായി ഫായിലായി അല്ലേ, ഫായിലായി. മൻ സലിം മിൻ ഹർഫു ജറിൻ മബനിയുൻ അല സുകൂനി. ലിസാനി ഇസ്മുൻ മജ്റൂറുൻ അലാമത്തു ജറിഹി അൽ കസ്റത്തു ളാഹിറ വഹുവ മുളാഫ്. അൽ ഹാഉ ളമീറുൻ മുത്തസിലുൻ മബനിയുൻ അലൽ കസ്രി ഫി മഹല്ലി ജറിൻ
മുലാഫുൻ ഇലൈഹി. വാവു ഹർഫുൽ അത്ഫ്, യദി മഅതൂഫുൻ മജ്റൂറുൻ, ലിസാനിലേക്ക് അത്ഫ് ചെയ്യപ്പെട്ടത് കേട്ടോ. വഹുവ മുലാഫ്. അൽ ഹാഉ ദമീറുൻ മുത്തസിലുൻ മബ്നിയുൻ അലൽ കസ്രി ഫീ മഹല്ലി ജർറിൻ മുലാഫുൻ ഇലൈഹി. ഇനി സലീമൽ മുസ്ലിമൂന മിൻ ലിസാനി വയദിഹി, ആ ഒരു ഭാഗം കേട്ടോ. സിലത്തുൽ മൗസൂലി ലാ മഹല്ല ലഹാ മിനൽ ഇഅറാബി. ഇനി റവാഹു ഷെയ്ഖാനി. റവാ ഫിഅലുൻ മാദിൻ മബനിയുൻ അലൽ ഫതഹത്തിൽ മുഖദ്ദരി. അലൽ ഫതഹത്തിൽ മുഖദ്ദരി ലിസിഖലി. സിഖലല്ലോ, തഅദ്ദുറാണ്, അലിഫല്ലേ. ഓക്കെ. ഫിഅലുൻ മാദിൻ മബനിയുൻ അലൽ ഫതഹത്തിൽ മുഖദ്ദറത്തി ലിത്തഅദ്ദുരി. അൽ ഹാഉ ضمير متصل مبني على الضم في محل نصب مفعول به. الشيخان فاعل مرفوع علامة رفعه الألف لأنه مثنى. ഇതിലെന്തെങ്കിലും പറയാതെ വിട്ടിട്ടുണ്ടോ? പിന്നെ ഇവിടെ നമ്മൾ മുനാദിൻ യുനാദി എന്ന് പറഞ്ഞല്ലോ. അവിടെ നാദ മാലി, യുനാദി മുലാരി, മുനാദ മുനാദ വിളിക്കുന്നവൻ, മുനാദിൻ വിളിക്കപ്പെടുന്നവൻ അല്ലേ. മുനാദിനാണ് വിളിക്കുന്നവൻ അല്ലേ. മുനാദിൻ അല്ല, സോറി കേട്ടോ. നാദ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിച്ചു, യുനാദി വിളിക്കുന്നു. മുനാദ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മസ്ദറാണ്, വിളിക്കൽ. മുനാദ. മുനാദിൻ ദാൽ കസ്റത്തൈൻ വിളിക്കുന്നവൻ, മുനാദിൻ. മുനാദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ ശ്രദ്ധിക്കണേ, ഒന്നുകൂടി പറയാം. നാദ എന്ന് പറയുമ്പോൾ നൂൻ ഫതഹ അലിഫ്, നാ ദാൽ ഫതഹ, പിന്നെ അലിഫ് മക്സൂറ, നാദ, അത് നാദ വിളിച്ചു. യുനാദി എന്ന് പറയുമ്പോൾ യാ ദൊമ്മ നൂൻ ഫതഹ അലിഫ് ദാൽ കസ്റ, പിന്നെ യുനാദി, യുനാദി വിളിക്കുന്നു. ഇനി വിളിക്കൽ മസ്ദർ എങ്ങനെയാ? മുനാദ എന്ന് പറയുമ്പോൾ മീം ദൊമ്മ നൂൻ ഫതഹ അലിഫ്, പിന്നെ ദാൽ താ മർബൂത്ത, മുനാദ വിളിക്കൽ. അത്. ഇനി വിളിക്കുന്നവൻ എന്ന് പറയുമ്പോൾ മുനാദിൻ മീം ദൊമ്മ നൂൻ ഫതഹ അലിഫ് ദാൽ കസ്റത്തൈൻ. മുനാദിൻ ആലോചിക്കട്ടെ, കസ്റത്തൈൻ എന്താ? മറ്റേ ഇതാണ്, ഇവളാണ് കേട്ടോ. കസ്റത്തൈൻ കളയപ്പെട്ടിട്ടുള്ളതാണ് മുനാദിൻ. ഇനി വിളിക്കപ്പെടുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ മുനാദ പറയില്ലേ നമ്മൾ, മീം ദൊമ്മ നൂൻ ഫതഹ അലിഫ് ദാല് അലിഫ് മക്സൂറ, മുനാദിൻ. ഇതെന്തെങ്കിലും വരണ്ട, ഫഅല വസനിലാണ് വരിക അല്ലേ. നാദ, നാദ ഫഅല വസനാണ് കേട്ടോ അത്. പിന്നെ ഇനി ഇതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഇനി ഹവ പറഞ്ഞില്ല. ഹവ എന്ന് പറഞ്ഞാൽ ഉൾക്കൊണ്ടു, യഹ്വി ഉൾക്കൊള്ളുന്നു. ഇഷ്ടമല എന്നൊക്കെ പറയാം അതിൻ്റെ അർത്ഥം. ഇഷ്ടമല, ഇഷ്ടമല. വേറെ എന്തെങ്കിലും പോയിട്ടുണ്ടോ? അപ്പോൾ ഇതൊക്കെ പറഞ്ഞു. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ കൂടി പറഞ്ഞിട്ട് നിർത്താം അല്ലേ. ഈ ഒരു പേജ് കഴിഞ്ഞിട്ട് നിർത്താം അല്ലേ. കറക്റ്റ് അല്ലേ. തെമാരീനു എക്സസൈസ്. അജിബ് അനിൽ അസ്ഇലത്തിൽ ആതിയത്തി. തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകണം. മൽ അഷിയ ഉല്ലത്തി ഇഷ്തറാഹ മാലിക്കുൻ. മൽ അൽ അഷിയാഉ മഷിയാഉ എന്നാണ് വെച്ചല്ലേ. അൽ അഷിയാഉ അല്ലേ. മൽ അഷിയ ഉല്ലത്തി ഇഷ്തറാഹ മാലിക്കുൻ. വാട്ട് തിങ്സ് ഡിഡ് മാലിക് ബൈ. എന്തൊക്കെ സാധനങ്ങളാണ് മാലിക് വാങ്ങിയത്? എന്തൊക്കെ വാങ്ങിച്ചു? ഹിയ അവ. എന്തൊക്കെ? ഹിയ കലമുൻ വ ദഫ്തറുൻ വ കലമുർ റസാസി. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? എന്തൊക്കെ ചോദിച്ച്? കലമുൻ ചോദിച്ച്, ദഫ്തറുൻ ചോദിച്ചു, കലമുർ റസാസി ചോദിച്ചു അല്ലേ. പെൻസില് ഇനിയില്ലല്ലോ. ഒരു നോട്ട് ബുക്ക് പറഞ്ഞിട്ട് തോന്നുന്നുണ്ട് അല്ലേ. കട്ടർ വെച്ചിടാ. എന്തൊക്കെ വാങ്ങിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവിടെ എന്താ പറഞ്ഞത്? ഒരു പേനയിലേക്ക് ചൂണ്ടി. അപ്പോൾ കലമും ചോദിച്ചു. പിന്നെ എനിക്ക് കലമുർ റസാസി ചോദിച്ചു, പെൻസിൽ ചോദിച്ചു, ദഫ്തറും ചോദിച്ചു അല്ലേ. വരെയുള്ള ദഫ്തറും. ഏത് ദഫ്തർ ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്നില്ല. ദഫ്തർ എന്താ പറഞ്ഞത്? ഇസ്ലാമിക ലോകത്തിൻ്റെ ചട്ടയുള്ള ദഫ്തറൊക്കെ ചോദിച്ചില്ലേ. അപ്പം അതൊന്നും ദഫ്തറും മാത്രം മതി കേട്ടാ. അതിന് യദ്രുസു മാലിക്കുൻ. മാലിക് എവിടെയാണ് പഠിക്കണത്? യദ്രുസു അവൻ പഠിക്കുന്നു. എവിടെ ഒരു പേര് പറഞ്ഞില്ലേ,
ഫി മദ്രസത്തി ഉമറ ഉമർ സാനവിയത്തി. ഥാനവിയത്തി ട്ടാ. മാ മാ ഹൗത്ത് എന്താണ് മാ ഹവത്ത് ഹവത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹവത്ത് അല്ലൗഹത്തു, ആ ഫലകത്തിൽ എന്താണ് ഉൾക്കൊണ്ടത്? എന്താ? ഹവത്ത് ആയാതി വഹാദീസ. ആയാത്തി ഹദീസ. ആയാത്തിൻ വഅഹാദീസ. ആയാത്തിൻ ഉണ്ട് അല്ലേ? ആയാത്തിൻ വഹാദീസ. ശരി, ആയാത്തിൻ വഹാദീസ. ഹവ എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊണ്ടു. ഹവ ഹവയാ ഹവോ ഹവത്ത്. കണ്ടോ, അവൾ ഉൾക്കൊണ്ട്. ഈ ലൗഹത്ത് പെണ്ണായത് കൊണ്ടാണ് ഹവത്ത് എന്ന് വന്നത്. ഇനി എടുക്കണ്ടല്ലോ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുത്താൽ മതില്ലേ? ഫ്രൈഡേ അല്ല മൺഡേ. മതി.